അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഇരുലോകത്ത് വിജയിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രോഗികളായി വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ, പരിചയക്കാർ, മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ റമളാനിലെ ആദ്യത്തെ ജുമായിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നിശ്ചയം അള്ളാഹുവിൻ്റെ കാരുണ്യം സുഹൃത്തവാന്മാരോടൊപ്പമാണ്, അവരോടാണ് അത് അടുത്ത് നിൽക്കുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്, സുഹൃതങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലും അള്ളാഹു പറയുന്നുണ്ട്. നിരുവാധികം അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് ലോകത്തെല്ലാവർക്കും അള്ളാഹു നൽകുന്നുണ്ട്. എന്റെ കാരുണ്യം എല്ലാ വസ്തുവിലും വ്യാപിച്ചു കിടക്കുകയാണ്. എന്നാൽ അള്ളാഹു പ്രത്യേകമായി നൽകുന്ന അനുഗ്രഹങ്ങൾ അതാർക്കാണ്? ആ കാരുണ്യം അത് ആർക്കാണ് ലഭിക്കുക? അത് നാം എഴുതി വെക്കുന്നത് അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നവർക്കാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്. വയുതൂന സക്കാത്ത, സക്കാത്ത് നൽകുന്നവർക്ക്, തന്റെ സമ്പത്തിൽ നിർബന്ധമായ ദാനധർമ്മങ്ങൾ അതിന്റെ അവകാശികൾക്ക് കൊടുക്കുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക്, അവർക്കൊക്കെയാണ് നാം കാരുണ്യങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുർആനിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ ചെയ്യുന്നവർക്ക് പരമകാരുണികൻ റഹ്മാൻ കരുണ ചെയ്യുന്നതാണ്. അഥവാ നമ്മൾ മറ്റുള്ളവരോട് കരുണ ചെയ്താൽ അള്ളാഹു നമുക്കും കരുണ ചെയ്യും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തിലുള്ളവൻ അഥവാ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് അള്ളാഹു കരുണ ചെയ്തു, നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അതിന്റെ കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സുഹൃതങ്ങളായിരുന്നു, അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം പ്രവാചകൻ ചോദിക്കുകയുണ്ടായി, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, നിങ്ങളിൽ നിന്ന് ആർക്കാണ് ഇന്ന് നോമ്പുള്ളത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. പിന്നെയും പ്രവാചകൻ ചോദിച്ചു, മനിത്തബഅ മിൻകുമുൽ യൗമ ജനാസതൻ, ഇന്ന് നിങ്ങളിൽ ആരാണ് ജനാസയെ പിന്തുടർന്നത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജനാസയെ പിന്തുടർന്നിട്ടുണ്ട്. പ്രവാചകൻ വീണ്ടും ചോദിച്ചു, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്ന് നിങ്ങളിൽ ആരാണ് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയിട്ടുണ്ട്. മൻ ആദ മിൻകുമുൽ യൗമ മരീളൻ, വീണ്ടും പ്രവാചകൻ ചോദിച്ചു, നിങ്ങളിൽ ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത്? ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, മനിജ്തമഅന ഫിംരിഇൻ, ഇതൊരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവൻ ഉറപ്പായും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും അവനെ വിളിക്കപ്പെടും. വസയുജന്നബുഹൽ അത്ഖാ الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرى الله. ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവൻ അവരെ ആ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മുഫസ്സിരിങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അല്ലദി യുതി മാലഹു യതസക്ക, അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം ചെലവഴിക്കുന്നത് സ്വയം പരിശുദ്ധി പ്രാപിക്കാനാണ്. അഥവാ സ്വന്തം തസ്കിയത്തിനു വേണ്ടിയാണ്, സ്വന്തം സംസ്കരണത്തിനു വേണ്ടിയാണ്. അള്ളാഹു എന്നെ തൃപ്തിപ്പെടണം, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് സാമീപ്യം ലഭിക്കണം,
തന്റെ സ്വന്തം പരിശുദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ട് നല്ല വഴിയിൽ അദ്ദേഹത്തിന്റെ ധനം അദ്ദേഹം ചെലവഴിക്കുകയാണ്. ആരെങ്കിലും തനിക്ക് പ്രത്യുപകാരം നൽകണം, എന്നെ പുകഴ്ത്തി പറയണം, എന്നെ കുറിച്ച് നല്ലത് ചിന്തിക്കണം എന്നൊരിക്കൽ പോലും അദ്ദേഹം കരുതിയില്ല. അത്യുന്നതനായ റബ്ബിന്റെ തൃപ്തി മാത്രമാണ് അദ്ദേഹം ലക്ഷ്യമാക്കിയത്. പിന്നീട് വഴിയെ അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹുവിന്റെ തൃപ്തി നൽകും, സന്തോഷം ലഭിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആളുകൾക്ക് നന്മ ചെയ്യുക, ജനങ്ങൾക്ക് ഗുണം ചെയ്യുക എന്നതിലൂടെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുകയുണ്ടായി ഒരു സ്ത്രീയെ കുറിച്ച്. അവര് മിൻ കസറത്തി സ്വലാത്തിഹാ വ സിയാമിഹാ, ഒരുപാട് നോമ്പെടുക്കുന്ന, ഒരുപാട് നമസ്കരിക്കുന്ന സ്ത്രീയാണ്. പക്ഷേ തുദി ജിറാനഹ, അയൽവാസികൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന സ്ത്രീയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹിയ ഫിന്നാർ, അവര് നരകത്തിലാണ്. ഉടനെ തന്നെ ആ മനുഷ്യൻ മറ്റൊരു സ്ത്രീയെ കുറിച്ച് പ്രവാചകനോട് പറയുകയുണ്ടായി, ആ സ്ത്രീ മിൻ ഖില്ലത്തി സ്വലാത്തിഹാ വ സിയാമിഹാ, അവര് നമസ്കാരം കുറവാണ്, നോമ്പ് കുറവാണ്, അഥവാ സുന്നത്ത് നോമ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സുന്നത്ത് നോമ്പുകൾ കുറവാണ്, നമസ്കാരങ്ങൾ സുന്നത്തായതും കുറവാണ്. പക്ഷെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറും, ആളുകൾക്ക് തന്റെ കഴിവനുസരിച്ച് ഗുണം ചെയ്യും. പ്രവാചകൻ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവര് സ്വർഗത്തിലാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ പടിഞ്ഞാറേക്കോ അല്ലെങ്കിൽ കിഴക്കോട്ടേക്കോ തിരിഞ്ഞു നിൽക്കലല്ല പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകന്മാരിലും ഗ്രന്ഥത്തിലും മലക്കുകളിലും വിശ്വസിക്കലാണ് പുണ്യം. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബിനസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്, സമ്പത്ത് പ്രിയമുള്ളതോടുകൂടി തന്നെ കുടുംബക്കാർക്കും സാധുക്കൾക്കും യതീമിനും വഴിയാത്രക്കാരനും അതുപോലെ തന്നെ അടിമമോചനത്തിനും ചോദിച്ചു വരുന്നവർക്കും കൊടുക്കുന്നവനാണ് പുണ്യം ചെയ്യുന്നവൻ. വെറുതെ പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞിരുന്നത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ കുടുംബങ്ങൾക്ക് നന്മ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ പാവങ്ങൾക്കും അതുപോലെ തന്നെ അനാഥനും ചോദിച്ചു വരുന്നവനും അള്ളാഹു പ്രത്യേകം പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും, നിങ്ങൾക്ക് വെറുപ്പുള്ള ആളുകളായിരിക്കും, എന്തിനാണ് ഇവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഇത്തരം ആളുകളോട് ഗുണം ചെയ്യുമ്പോഴാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എന്ന് മാത്രമല്ല, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് കൃത്യമായി വീതിച്ചു കൊടുക്കുകയും അള്ളാഹുവിനോടും അതുപോലെ തന്നെ സൃഷ്ടികളോടും ചെയ്ത കരാറുകൾ പൂർത്തീകരിക്കുകയും കഷ്ടതകളും രോഗങ്ങളും ദാരിദ്ര്യങ്ങളും പിന്നെ കഷ്ടത മൂർധന്യം പ്രാപിക്കുന്ന ഘട്ടങ്ങളിലുമൊക്കെ ക്ഷമിക്കുന്നവരാണവർ. അവരാണ് സത്യസന്ധന്മാർ, അവരാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്തവർ, അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദീനിനെ നിഷേധിക്കുന്നവരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അവര് നമസ്കരിക്കുന്നവരാണ്, അവര് നോമ്പെടുക്കുന്നവരാണ്. പക്ഷെ അള്ളാഹു ദീനിനെ നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞത് ഒരു നിരീശ്വരവാദിയെ കുറിച്ചല്ല, മറിച്ച് ചിലപ്പോൾ നമ്മളുമാകാം ആ കൂട്ടത്തിൽ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അവൻ യതീമിനെ വിരട്ടി ഓടിക്കുന്നവനാണ്. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവർ നമസ്കരിക്കുന്നത്, ആളുകൾക്കിടയിൽ പേരിന് വേണ്ടി മാത്രമാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്, അതല്ലാതെ മറ്റൊന്നും അവർ ലക്ഷ്യമാക്കുന്നില്ല. വയംനഊനൽ മാഊൻ, എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ വസ്തുക്കൾ പോലും അവർ തടഞ്ഞു വെക്കും, കൊടുത്ത് അവര് അതിനെ കൊണ്ട് ഉപകാരമെടുത്ത് തിരിച്ചു തരും, ഒരു നഷ്ടവും സംഭവിക്കൂല.
അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അയൽവാസികളോ കൂട്ടുകാരോ ചോദിച്ചാൽ പോലും കൊടുക്കൂല. അങ്ങനെയുള്ള അത്രയും പിശുക്കന്മാരാണ്. മാഊനെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുകയുണ്ടായി, ചെറിയ സഹായം മുതൽ വലിയ സഹായം വരെ, സക്കാത്ത് വരെ, സദഖ വരെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെയുള്ളത് ചെയ്യാത്തവൻ സത്യത്തിൽ ദീനിനെയാണ് നിഷേധിക്കുന്നത്. അവൻ നമസ്കരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ ദീനില്ല. ആളുകളോടുള്ള പെരുമാറ്റം നന്നാക്കുമ്പോഴാണ്, ജനങ്ങളോടുള്ള നമ്മളുടെ പെരുമാറ്റങ്ങൾ നന്നാകുമ്പോഴാണ് അള്ളാഹു നമ്മളോട് കരുണ ചെയ്യുക. അള്ളാഹുവിന്റെ കാരുണ്യത്തെ അള്ളാഹു നൂറായി ഭാഗിച്ചു. ഇന്ന ലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ. അതിൽ ഒരു കാരുണ്യം മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയത്. അതുകൊണ്ടാണ് മനുഷ്യർ പരസ്പരം കരുണ കാണിക്കുന്നത്. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം. അതാണ് ഹിംസ്ര ജന്തുക്കൾ തന്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുന്നത്. ജീവജാലങ്ങൾ ഒബിഹായ തഅതഫൂൻ ഒബിഹായ തറാഹമൂൻ ഒബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. എന്നാൽ ബാക്കി 99 കാരുണ്യം അള്ളാഹു അവന്റെ അടുക്കൽ മാറ്റിവെച്ചിരിക്കുകയാണ്, നാളെ തന്റെ അടിമകൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കരുണ പ്രത്യേകമായി കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഓരോരുത്തരെയും ക്ഷണിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു ചിലരോട് സംസാരിക്കുന്ന ഒരു സംസാരം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്. അള്ളാഹു അറിയിക്കുകയാണ് ഖുദ്സിയായ ഹദീസിൽ, പ്രവാചകൻ ഞങ്ങളോട് പറയുകയുണ്ടായി, അള്ളാഹു പറയും, യബ്ന ആദം, അല്ലയോ ആദമിന്റെ മകനെ, മരിൽതു ഫലം തഉദിനി, ഞാൻ രോഗിയായി കിടന്നിരുന്നല്ലോ, എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല? അപ്പോൾ അടിമ പറയും, കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, ഞാൻ നിന്നെ സന്ദർശിക്കുകയോ, നീ റബ്ബുൽ ആലമീൻ അല്ലേ? അപ്പോൾ അല്ലാഹു പറയും, ലൗ ഉൽതഹു, നിന്റെ കുടുംബത്തിൽപ്പെട്ട, നിന്റെ കൂട്ടുകാരിൽപ്പെട്ട, നിനക്ക് പരിചയമുള്ള പലരും രോഗിയായി കിടന്നിരുന്നു, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ ലവജത്തനി ഇൻദഹു, ലവജത്തനി ഇൻദഹു, നിനക്ക് അവിടെ എന്നെ കാണാൻ കഴിയും, എന്റെ കാരുണ്യം അവിടെയാണുള്ളത് എന്ന് അള്ളാഹു പറയുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വീണ്ടും ചോദിക്കും, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് നീ എന്നെ ഭക്ഷിപ്പിച്ചില്ല? അപ്പോൾ അടിമ പറയും, കൈഫ ഉത്ഇമുക വഅൻത റബ്ബുൽ ആലമീൻ, നിന്നെ എങ്ങനെ ഭക്ഷിപ്പിക്കാനാണ്, നീ ഇപ്പൊ സർവ്വലോക പരിപാലകനല്ലേ? അപ്പോൾ അള്ളാഹു പറയും, എന്റെ ഒരു അടിമ ഭക്ഷണത്തിന് ആവശ്യമുള്ളവനാണ്, നിന്റെ അയൽവാസി പട്ടിണിയിലാണ് എന്ന് നീ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അവനെ ഭക്ഷിപ്പിച്ചില്ല? നീ അവനെ ഭക്ഷിപ്പിച്ചിരുന്നെങ്കിൽ ലൗ അത്അംതഹു ലവജദത ദാലിക ഇൻദി, നിനക്ക് എന്നെ അവിടെ കാണാൻ കഴിയുമായിരുന്നു, അഥവാ അത് നീ ഇപ്പോൾ കണ്ടെത്തുമായിരുന്നു, അപ്പോഴാണ് നിനക്ക് എന്റെ കാരുണ്യം ലഭിക്കുക. അള്ളാഹു വീണ്ടും ചോദിക്കും, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിരുന്നു, അപ്പോൾ എന്തുകൊണ്ട് നീ എന്നെ വെള്ളം കുടിപ്പിച്ചില്ല? അടിമ പറയും, കൈഫ അസ്ഖീക വഅൻത റബ്ബുൽ ആലമീൻ, എങ്ങനെ ഞാൻ നിന്നെ വെള്ളം കുടിപ്പിക്കും? നീ എല്ലാവർക്കും വെള്ളം നൽകുന്ന സർവ്വലോക പരിപാലകനല്ലേ? അള്ളാഹു പറയും, വെള്ളം കിട്ടാതെ വിഷമിച്ച ആളുകൾ നീ കണ്ടിരുന്നു, നിന്റെ അടുക്കൽ സമീപിച്ചിരുന്നു, അപ്പോൾ നീ അവർക്ക് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ലവജദത ദാലിക ഇൻദി, അതിപ്പോൾ നിനക്ക് എന്റെ അടുക്കൽ കാണാൻ കഴിയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത് നിൽക്കുന്നത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇടപാടുകളിലാണ്, നമ്മുടെ ബന്ധങ്ങളിലാണ്. അത് നന്നാക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമുക്ക് നൽകുക. നമ്മളെല്ലാ നേരവും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, പരമകാരുണികനായ അല്ലാഹുവേ നമുക്ക് നീ കരുണ ചെയ്യണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴും ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധം നന്നായിട്ടില്ലെങ്കിൽ, ജനങ്ങൾക്ക് നമ്മൾ ഗുണം ചെയ്യുന്നില്ലെങ്കിൽ, വെറുതെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നമ്മൾ നമസ്കരിക്കുകയാണ്, പക്ഷേ ജീവിതത്തിൽ ബന്ധങ്ങളും ഇടപാടുകളും പോരായ്മയിലാണെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ പ്രയാസമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അവരുടെ ധനം, അവരുടെ കഴിവുകൾ ചെലവഴിക്കുന്നവർക്കാണ് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഉയർന്ന പ്രതിഫലമുണ്ട്, അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരു കാര്യത്തിന്റെ പേരിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അവരെപ്പോഴും നന്മകൾ ചെയ്യുന്നവരാണ്, അവർക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ അനുഗ്രഹീതമായ റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതും പകലിൽ നോമ്പെടുക്കുന്നതും ആളുകൾക്ക് ഗുണം ചെയ്യുന്നതും പാവങ്ങളെ സഹായിക്കുന്നതുമെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നമ്മളുടെ പാപങ്ങൾ പൊറുപ്പിക്കണം, നമ്മളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരണം, അല്ലാഹുവിന്റെ കാരുണ്യം പാപിയായ എനിക്കും കിട്ടണം. അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നബിയെ പറയുക എന്റെ പ്രിയപ്പെട്ട അടിമയോട്, അവൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്,
ഒരുപാട് വീഴ്ചകൾ വന്നുപോയി, ഒരുപാട് പോരായ്മകൾ വന്നുപോയി. അശ്രദ്ധയിൽ, പാപത്തിന്റെ ചുറ്റുപാടുകളിൽ അവനോട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു എല്ലാം പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ധാരാളം പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബൽ അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. അതുകൊണ്ട് വിനയം കാണിച്ച് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഖേദിച്ച് മടങ്ങുക. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ വിനയം കാണിക്കുക. വഅസ്ലിമൂ ലഹു, അവന്റെ മുന്നിൽ കീഴൊതുങ്ങുക. മിൻ ഖബൽ അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ, ശിക്ഷ വരുന്നതിന് മുമ്പായി. അത് വന്നാൽ പിന്നെ നിങ്ങളെ സഹായിക്കപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ മലക്കുകൾ വന്ന് വാർദ്ധക്യത്തിൽ, ബലഹീനതയിൽ അള്ളാഹുവിന്റെ ഒരു കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖാല അബശർതുമൂനി അലാ മസ്നി അൽ കിബറു ഫബിമ തുബശിറൂൻ, എനിക്ക് വാർദ്ധക്യം ബാധിച്ചു, എങ്ങനെ എനിക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും? നിങ്ങൾ എന്ത് സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്? അവര് പറഞ്ഞു, ഖാലു ബശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ, ഉറപ്പായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് സത്യമായ ഒരു വാഗ്ദാനമാണ്, സത്യമായ ഒരു സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് നിങ്ങൾ നിരാശരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്ക് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹൂൻ, വഴിപിഴച്ചു പോയവരല്ലാതെ ആരാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുക? ഈ നോമ്പ് വന്നിട്ടും അല്ലാഹു എന്നോട് കരുണ ചെയ്യുന്നില്ല, കരുണ ചെയ്യുകയില്ല, എന്റെ പ്രശ്നങ്ങളിൽ അന്ന് ഇടപെടൂല, എന്റെ കാര്യങ്ങൾ അന്ന് പൂർത്തീകരിച്ചു തരൂല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ വഴിപിഴച്ചവനാണ്. വഴിപിഴച്ചവര് മാത്രമാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് നമുക്കൊക്കെ വേണ്ടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇത് മുറുകെ പിടിക്കണം. നമ്മൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം കരസ്ഥമാക്കണം. അതിലൂടെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. ആഖിറത്തിലെ ഉയർന്ന സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ റമളാനിലെ എല്ലാ സൽക്കർമ്മങ്ങളും ആഫിയത്തോടെ, ഉത്സാഹത്തോടെ ചെയ്ത് വിജയികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.